ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ബീഫ് ബങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ സ്നാക്സ് എല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബങ്കി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഗീ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സ്നാക്കിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഗീയും നമ്മളെ പൊടികളും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സാധാ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തിനെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കിയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ചപ്പാത്തിനെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കിയിട്ട് വെക്കണം. ഇപ്പം 3 അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് വെക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിലാണ് ഇത് പരത്തിയെടുക്കാൻ. അതുകൊണ്ടാണ് ഒരു വലിയ ബോൾസ് ആക്കിയിട്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി മാവ് 10 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിന്. ഏത് കുക്കിംഗ് ഓയിലും നിങ്ങൾക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം അളവിൽ ബീഫ് ഞാൻ കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുരുമുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിന്. അത് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്യാണ്ടും ചേർക്കുക. പക്ഷെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ മസാല തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങാണിത്. അപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമുള്ളൂ. ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആ സെയിം പാനിൽ തന്നെ ഒഴിച്ചിട്ട് 3 മീഡിയം സൈസിൽ ഉള്ളി കട്ട് ചെയ്തിട്ട് വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉള്ളി വാട്ടിയിട്ടെടുക്കുക. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താൽ ഉള്ളി വേഗം തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 2 മിനിറ്റ് അടച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്നു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം അത് നിങ്ങളെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. എന്നിട്ട് തുറന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സാക്കിയ ശേഷം 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പച്ചമുളകെല്ലാം ചേർത്തുകൊണ്ട് തന്നെ എരിവെല്ലാം ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കറിവേപ്പിലയെല്ലാം നിങ്ങൾ എടുക്കുന്ന മസാലയ്ക്ക് അനുസരിച്ചിട്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം മസാല സെറ്റായി, എന്നാലും നമ്മൾ അടച്ച് വെച്ചിട്ടൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കുന്നത്. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ മസാല ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ സ്നാക്ക് ഒന്ന് പരത്തിയിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്തിണേ. ഇനി ഇതിലേക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം തിന്നാക്കിയിട്ട് പരത്താൻ കഴിയുന്നോ അത്രത്തോളം തിന്നാക്കിയിട്ട് നല്ല വലിയ വട്ടത്തിൽ അങ്ങ് പരത്തിയിട്ട് എടുക്കാം. ബങ്കി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുക. നമ്മൾ ലെയറായിട്ട് നെയ്യ് തടവിച്ച് വെച്ചിട്ട് നമ്മളങ്ങ് പരത്തിയിട്ടെടുത്തിട്ട് റോൾ ചെയ്യുക ചെയ്യാൻ. പക്ഷെ ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിന്. പക്ഷെ ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വലിയ മൂടി വെച്ചിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടെടുത്തിന്. നിങ്ങളിങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തതേ ഉള്ളൂ. ജസ്റ്റ് വലിയ രീതിക്ക് തന്നെ ഒന്ന് വട്ടത്തിൽ റൗണ്ടിലൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി. എന്നിട്ട് ഇത് ഞാൻ 8 ആയിട്ടാണ് കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ അറ്റത്ത് നമുക്ക് മസാല ഒന്ന് വെച്ചെടുക്കാം.
മസാലയെല്ലാം നിങ്ങളെ വലിപ്പത്തിനനുസരിച്ചിട്ട് വെച്ചെടുക്കുക. ഞാനിപ്പോൾ അറ്റത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മസാലയാണ് വെച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൈ കൊണ്ടൊന്ന് ലെവലാക്കിയിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് പശു നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. പശു നെയ്യ് ബ്രഷ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പശു നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, കുറച്ചൊന്ന് തടവി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഗീ എല്ലായിടത്തുനിന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിന് ചുറ്റിലും. ഇങ്ങനെ നമ്മൾ ഗീ ബ്രഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് റോൾ ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ലെയർ പോലെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ മാവ് കുഴക്കുമ്പോൾ അതിലേക്ക് ഗീ ചേർത്ത് കൊടുത്തിട്ടില്ലേ, ഗീ ആയാലും ഓയിലായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ സ്നാക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരറ്റത്തുനിന്ന് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഒന്ന് റോൾ ചെയ്യുമ്പോൾ ആ രണ്ടറ്റത്ത് നമുക്ക് ഗ്യാപ്പ് വരില്ലേ, അവിടെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങ് റോൾ ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ടിതാ ഈ ഒരു അറ്റം നമുക്ക് അതിൽ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ അറ്റം കണ്ടിട്ടില്ലേ, ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം മസാല നമ്മൾ ഓയിലിടുമ്പോൾ ഒന്ന് പുറത്താവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇഫ്താറിന് എന്തായാലും എല്ലാവരും സ്നാക്ക് തയ്യാറാക്കും. അപ്പോൾ ഇതുപോലത്തെ സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഇഫ്താറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് വരാം. ഇനി ഇത് നമ്മൾ റോൾ ചെയ്ത ശേഷം വെക്കുന്ന പ്ലേറ്റിലേക്ക് കുറച്ച് പൊടി തൂക്കി കൊടുത്തിട്ട് വേണം നമ്മളിതിങ്ങനെ വെച്ചുകൊടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം, ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇങ്ങനെ ചൂടാക്കാണ്ട് ഡയറക്റ്റ് ഫ്രൈ ആക്കാം. പക്ഷെ ഇങ്ങനെ ചൂടാക്കിയിട്ട് ചെയ്യുമ്പം എന്താ പറയുക, ആ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ലെയറെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വേഗം വിട്ട് വരും. അതിന് വേണ്ടിയിട്ട്, അതുമാത്രമല്ല ഇതിന് കുറച്ചും കൂടി നല്ല ക്രിസ്പിനെസ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്കിത് എടുത്തു മാറ്റാം. ഇനി സ്നാക്കെല്ലാം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് വാട്ടിയതിന് ശേഷം ഒരു സിബ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ഫ്രൈ ആക്കുന്ന ഒരു അരമണിക്കൂർ മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ഇളകിയ ശേഷം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിന്. ഇനി നമുക്കിതൊന്ന് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ചൂടാക്കിയ ശേഷം നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. ഇനി കുറച്ച് ഓയിൽ ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. ഓയിൽ ചൂടായ ശേഷം നമ്മളെ ബങ്കി ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു കളറാകുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. സ്നാക്കെല്ലാം ഞാൻ ഒന്ന് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തന്നെ. ഞാൻ ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ സ്നാക്കെല്ലാം അത്യാവശ്യം കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിനി. ഇനി ഇതെല്ലാം നമുക്ക് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതിൽ നിന്ന് പകുതി മാത്രമേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്കെല്ലാം അടിപൊളി തന്നെ റെഡിയായി. ഇത് നല്ല ക്രിസ്പിനെസ് ഉണ്ട്, അതേപോലെ തന്നെ ഓയിലൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ റോള് ചെയ്ത് കൊടുത്ത ആ ഭാഗം തന്നെ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളകി വരും. അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മസാല ഫില്ലിങ് നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബീഫിൻ്റെ പകരം നിങ്ങൾക്ക് ചിക്കനും ഉപയോഗിക്കാം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.